ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട്ടെത്തി വോട്ട് ചെയ്തു. 14 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതു ഇടത്ത് പ്രത്യക്ഷപ്പെട്ടത്. മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിന് മുൻപ് രാഹുലിനെ തേടി സംസ്ഥാനവും കർണാടക, തമിഴ്നാട് അരിച്ചുപറക്കിയ പോലീസിനെ നോക്കുകുത്തിയാക്കിയാണ് രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട്ടെത്തി വോട്ട് ചെയ്യുമെന്ന് രാവിലെ മുതൽ തന്നെ അഭ്യൂഹം ശക്തമായിരുന്നു. വൈകുന്നേരം 5 മണിയോടെ കുന്നത്തൂർമേട് സെയിന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. ലൈംഗിക പീഡന പരാതികളിൽ കോടതി തീരുമാനമെടുക്കുമെന്ന് പ്രതികരണം. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപാകെയുണ്ട്. ഇനി കോടതി തീരുമാനിക്കും, സത്യം ചെയ്യും. രാഹുൽ എത്തിയതോടെ പ്രതിഷേധവുമായി യുവജന സംഘടനകൾ. പിന്നാലെ മലബാർ ആശുപത്രിയിലെ ക്യാന്റീനിലെത്തി ചായ കുടിച്ചു. ചോദ്യങ്ങളോട് ചുരുങ്ങിയ വാക്കിൽ മറുപടി. ഇന്ന് പറയാനുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ മുൻപാകെയുണ്ട്. ഇനി കോടതി തീരുമാനിക്കട്ടെ, സത്യം ജയിക്കുമെന്നുള്ള ഉത്തമമായ ആത്മവിശ്വാസമുണ്ട്. ശേഷം MLA ഓഫീസിലേക്ക്. നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിച്ച മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല. ന്യൂസ് ഡെസ്ക് 24. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട പോളിംഗ് ദിവസം കോൺഗ്രസിനെ കടന്നാക്രമിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാർ കാട്ടിക്കൂട്ടുന്ന ലൈംഗിക വൈകൃതങ്ങളെ വെൽ ഡ്രാഫ്റ്റഡ് പരാതി എന്ന് ന്യായീകരിക്കുന്നത് നാട് അംഗീകരിക്കില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ 2ാമത്തെ ലൈംഗിക പീഡന കേസിൽ അതിജീവിതയെ സംശയനിഴലിൽ നിർത്തിയ KPCC അധ്യക്ഷനെ തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത്. ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞത് തന്നെ. ആ പരാതി ആസൂത്രിതമായിട്ടുള്ള വെൽ ഡ്രാഫ്റ്റഡ് പെറ്റീഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. അതൊരു ലീഗൽ ബ്രെയിൻ അതിൻ്റെ അകത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയ പ്രേരിതമാണ് ആ പരാതി. അങ്ങനെയും വിലയിരുത്താം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ദിവസം UDF കൺവീനർ അടൂർ പ്രകാശാണ് വലതുമുന്നണിയെ പ്രതിരോധത്തിലാക്കിയതെങ്കിൽ 2ാം ഘട്ടത്തിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ ഊഴമാണ്. അടൂർ പ്രകാശ് നടൻ ദിലീപിനെ പിന്തുണച്ച് സംസാരിച്ചതിനിടെ ഉയർന്ന വിമർശനങ്ങൾ നേട്ടമായെന്ന വിലയിരുത്തലാണ് 2ാം ഘട്ട വോട്ടെടുപ്പ് ദിവസം മുഖ്യമന്ത്രി സണ്ണി ജോസഫിന്റെ പ്രതികരണത്തിന് തിരിഞ്ഞത്. ഈ പറയുന്ന സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? വെറും ഭീഷണിയല്ല, നിങ്ങളെ കൊന്നു തള്ളും എന്നതാണ് ആ ഓരോരുത്തരോടും ഉയർത്തിയിട്ടുള്ള ഭീഷണി. അതുകൊണ്ട് നിസ്സഹായിയായ ഓരോ യുവതിയും ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ പുറത്തു പറയുന്നതിന് ഭയപ്പെടുകയാണ്. ഇപ്പോൾ വന്നതിനേക്കാളും അപ്പുറത്തുള്ള കാര്യങ്ങളും ചിലപ്പോൾ വന്നേക്കാം എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ക്രിമിനൽ സംഘം, യഥാർത്ഥ ലൈംഗിക വൈകൃത കുറ്റവാളികൾ, അവർ നാടിന് മുന്നിൽ വന്ന് വെൽ ഡ്രാഫ്റ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നവർ കണ്ടോളണം. വിമർശിക്കുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന പദങ്ങൾ മാറ്റിവെച്ച് മുഖ്യമന്ത്രി കടുത്ത ഭാഷ തന്നെ ഉപയോഗിച്ചതിന് പിന്നാലെ CPIM സംസ്ഥാന സെക്രട്ടറിയും ഇതേ വിഷയത്തിൽ പ്രതികരണവുമായി എത്തി. KPCC പ്രസിഡന്റ് തന്നെയാണ് ആ ആക്ഷേപം ഉന്നത പോലീസ് സംവിധാനത്തിന്റെ മുമ്പിൽ എത്തിച്ചത്. എന്നിട്ട് ഇപ്പോഴും മാറി നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ജീർണമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കൃത്യമായ അർത്ഥം. കോൺഗ്രസിനെ പ്രതിരോധത്തിലേക്ക് തള്ളിവിടാനുള്ള നീക്കമാണ് തിരിച്ചറിഞ്ഞ് പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റിനെ പരസ്യമായി തിരുത്തി. അങ്ങനെ നമ്മൾ ഇത്തരം പരാതികൾ കൊടുക്കുമ്പോൾ നമ്മൾ മുൻവിധിയോടുകൂടി സംസാരിക്കരുത്. അത് പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിച്ച് അതിൻ്റെ സത്യാവസ്ഥകൾ പറയട്ടെ. ആ പെൺകുട്ടി ഒരു വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പരാതി കൊടുത്താലും ഒരു തെറ്റുമില്ല. കൊടുക്കണ്ടേ? അങ്ങനെ കൊടുക്കണമെന്നാണ്. അങ്ങനെ കൊടുത്തതിൽ ഒരു തെറ്റുമില്ല. താമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ താമസം ഉണ്ടായതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നൊക്കെ പോലീസ് അന്വേഷിച്ച് കോടതിയുടെ മുമ്പാകെ പറയേണ്ട കാര്യങ്ങളാണ്. താമസം ഉണ്ടായി എന്നോർത്ത് 2 കൊല്ലം മുമ്പ് നടത്തിയ ഒരു ഒഫൻസ് അല്ലാതാവുന്നില്ല. ലൈംഗിക പീഡന പരാതികളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയെങ്കിലും രാഹുലിനോടുള്ള സമീപനത്തിൽ കോൺഗ്രസ് നേതൃത്വം 2 തട്ടിലാണെന്നാണ് സണ്ണി ജോസഫിന്റെ പ്രതികരണവും സതീശന്റെ തിരുത്തലും വ്യക്തമാക്കുന്നത്. 24 തിരുവനന്തപുരം.
അതേസമയം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെതിരായ മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങളെ മറികടക്കാൻ മുൻ MLA-യും സംവിധായകനുമായ PT കുഞ്ഞുമുഹമ്മദിനെതിരായ പരാതി ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. പരാതി പോലീസിന് കൈമാറാൻ വൈകിപ്പിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിക്കെതിരെ കോൺഗ്രസ് നേതൃത്വം രംഗത്തു വരുന്നത്. പരാതികളോട് മുഖ്യമന്ത്രിക്ക് ഇരട്ട നീതി എന്നായിരുന്നു വിമർശനം. ലൈംഗിക പീഡന പരാതികളെ മുഖ്യമന്ത്രിയും CPI-എമ്മും രാഷ്ട്രീയ താൽപര്യത്തോടെ സമീപിക്കുന്നു എന്നതിന്റെ പ്രകടമായ ഉദാഹരണമായാണ് പ്രതിപക്ഷം PT കുഞ്ഞുമുഹമ്മദിനെതിരായ കേസിനെ സമീപിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികൾ പരിഗണിക്കുന്നതിനിടയിൽ തന്നെയാണ് ഗുരുവായൂരിലെ മുൻ MLA-യും ചലച്ചിത്ര സംവിധായകനുമായ PT കുഞ്ഞുമുഹമ്മദിനെതിരായ പരാതി മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നത്. 2 ആഴ്ചയോളം പിടിച്ചുവെച്ച ശേഷമാണ് പരാതി മുഖ്യമന്ത്രി പോലീസിന് കൈമാറിയതെന്നാണ് ആക്ഷേപം. ആദ്യത്തെ MLA-ക്കെതിരായിട്ട് കേസ് വന്നപ്പോൾ അന്ന് തന്നെ പരാതി ഫോർവേഡ് ചെയ്യും, അന്ന് തന്നെ കേസെടുക്കുകയും ചെയ്തു. CPM സഹയാത്രികൻ്റെ CPM കൂടെ നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കെതിരായിട്ട് വിദ്യാസമ്പന്നയായ ഒരു യുവതി കൊടുത്ത കേസ് എന്തുകൊണ്ടാണ് 13 ദിവസം പൂർത്തിവെച്ചത്? മറുപടി പറയണ്ടേ? ഇരട്ട നീതി, ഈ അന്യായം കേരളം അറിയണമല്ലോ. ഈ അന്യായം കേസെടുത്തിട്ടും പോലീസിന്റെ നടപടികൾ വൈകുന്നതിനെയും പ്രതിപക്ഷം വിമർശിക്കുന്നുണ്ട്. ഞങ്ങൾ മാതൃകാപരമായ നടപടിയെടുത്ത പാർട്ടിയാണ്. CPM എന്ത് നടപടിയെടുത്തു? സ്ത്രീലമ്പടന്മാരെ മുഴുവൻ സംരക്ഷിക്കുകയും അവർക്ക് പദവികൾ വാരിക്കോരി കൊടുക്കുകയും ചെയ്തൊരു മുഖ്യമന്ത്രിയാണ് ഈ വർത്താനം പറയുന്നത്. കോൺഗ്രസിനെ വിമർശിക്കുന്ന മുഖ്യമന്ത്രി സ്വന്തം പക്ഷത്തുള്ള കുറ്റാരോപിതരെ സംരക്ഷിക്കുകയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ മറ്റൊരു വിമർശനം. വീണ്ടും വീണ്ടും ഇത്തരത്തിൽ കുറ്റാരോപിതരായവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുന്ന മുഖ്യമന്ത്രി ഇത്തരത്തിൽ എന്തുകൊണ്ട് PT കുഞ്ഞുമുഹമ്മദിനെതിരെ വന്നിട്ടുള്ള പരാതി അത് മറച്ചു വെച്ചു, എന്തുകൊണ്ട് അത് കൈമാറാൻ താമസം വരുത്തി എന്നുള്ളതിന് ഉത്തരം ജനങ്ങളുടെ മുന്നിൽ തന്നേ മതിയാവും. സ്ത്രീത്വത്തെ അവമാനിച്ചെന്ന പരാതിയിൽ മുൻ MLA-യും സംവിധായകനുമായ PT കുഞ്ഞുമുഹമ്മദിനെ ചോദ്യം ചെയ്യും. പരാതി നൽകിയ സംവിധായകരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കന്റോൺമെന്റ് പോലീസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകി. 24 തിരുവനന്തപുരം. ഇടത് സഹയാത്രികനും സംവിധായകനുമായ PT കുഞ്ഞുമുഹമ്മദിനെതിരായ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതി അതീവ ഗൗരവത്തോടെയാണ് പരിഗണിച്ചതെന്ന് ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർപേഴ്സണും അമ്മ ജനറൽ സെക്രട്ടറിയുമായ കുക്കു പരമേശ്വരൻ. സംവിധായകയുടെ പരാതി ചലച്ചിത്ര അക്കാദമിക്ക് കിട്ടിയിരുന്നു എന്ന് സമ്മതിച്ചെങ്കിലും തുടർ നടപടി പരസ്യമാക്കാനാകില്ല എന്ന് കുക്കു പരമേശ്വരൻ പ്രതികരിച്ചു. അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കി അതിനെ അതേപോലെ തന്നെയാണ് വിത്ത് നോ ടോളറൻസ് വി ആർ ടേക്കിംഗ് ഇറ്റ്. അതിൻ്റേതായ രീതിയിലേക്ക് അതിനെ വിട്ടിരിക്കുന്നതാണ്. നടപടി അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകും. അതിലൊന്നും ഒരു മാറ്റവുമില്ല. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. വിധി എഴുതി വടക്കൻ കേരളം. പഞ്ചായത്തിലോട്ട് കോ സ്പോൺസേഡ് ബൈ വോക്കർ ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി. 2ാം ഘട്ട വോട്ടെടുപ്പിൽ 75.75% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 2 ഘട്ടങ്ങളിലുമായി 73.55% പോളിംഗ് രേഖപ്പെടുത്തിയെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. 7 വടക്കൻ ജില്ലകളിലാണ് ഇന്ന് പോളിംഗ് നടന്നത്. മികച്ച വിജയം നേടാനാകും എന്നാണ് മുന്നണികളുടെ ആത്മവിശ്വാസം. ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. 1 മാസത്തിലേറെ നീണ്ട വാശിയേറിയ പ്രചാരണം. ഇനി ഫലമറിയാൻ 1 ദിവസത്തെ കാത്തിരിപ്പ് മാത്രം. ഫസ്റ്റ് ഫേസിൽ 70.91% ആയിരുന്നു. സെക്കൻഡ് ഫേസിൽ ഇതേവരെയുള്ള കണക്ക് പ്രകാരം 75.74%. വളരെ സമാധാനപരമായിരുന്നു വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ മറ്റന്നാൾ ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ഒറ്റപ്പെട്ട സംഭവങ്ങളൊഴികെ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരം. 2ാം ഘട്ടമായ ഇന്ന് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലായിരുന്നു വോട്ടെടുപ്പ്. ആദ്യ മണിക്കൂറുകളിൽ പലയിടത്തും വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായെങ്കിലും പിന്നീട് പരിഹരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെയുള്ള ലൈംഗിക പീഡന കേസും നടി ആക്രമിക്കപ്പെട്ട സംഭവവും 2ാം ഘട്ട വോട്ടെടുപ്പ് ദിനത്തിലും ചർച്ചയായി. വിജയം ഉറപ്പെന്ന ആത്മവിശ്വാസവുമായി നേതാക്കൾ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കണ്ട അനുഭവം LDF-ന് വലിയ തോതിലുള്ള പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നുവെന്നാണ്. നല്ല മുന്നൊരുക്കത്തിൽ UDF തുടങ്ങി നല്ല നിലയിൽ തന്നെ പ്രചരണം അവസാനിപ്പിക്കാൻ സാധിച്ചു. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള വലിയൊരു ജനവിധി ഉണ്ടാകും. NDAക്ക് വളരെ വലിയ ശുഭപ്രതീക്ഷയാണുള്ളത്. കാരണം 1ാം ഘട്ട തെരഞ്ഞെടുപ്പിലും പ്രധാനപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം NDA വലിയ മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. കണ്ണൂർ ജില്ലയിലെ ചെറുതാഴത്ത് UDF ബൂത്ത് ഏജന്റിനും പട്ടുവത്ത് LDF ബൂത്ത് ഏജന്റിനും മർദ്ദനമേറ്റു. പാലക്കാട് വണ്ടാഴി പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥി സജിത വിപിനെ CPM പ്രവർത്തകർ വീട്ടിൽ കയറി ആക്രമിച്ചെന്ന്
പരാതി നൽകി. മലപ്പുറം മൊറയൂരിൽ സഹോദരന്റെ വോട്ട് ചെയ്യാനെത്തിയ ആളെ പിടികൂടി. വടക്കാഞ്ചേരി നഗരസഭ 20-ാം ഡിവിഷനിൽ കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ച യുവാവിനെ പിടികൂടി. മലപ്പുറം മൊറയൂർ പഞ്ചായത്തിൽ കള്ളവോട്ട് ചെയ്തതിന് മുസ്ലിം ലീഗ് പ്രവർത്തകനെതിരെ കേസെടുത്തു. കാസർഗോഡ് കുമ്പടാജയിൽ LDFന്റെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി കെ പ്രകാശിന്റെ വീടിന് സമീപത്ത് നിന്ന് നാടൻ ബോംബുകൾ കണ്ടെത്തി. കാസർഗോഡ് മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയ കാഞ്ഞങ്ങാട് കൺട്രോൾ റൂമിലെ 2 സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്താക്കി. പാലക്കാട് കാഞ്ഞിരപ്പുഴയിൽ 6-ാം വാർഡിൽ മദ്യപിച്ചെത്തിയ പോളിംഗ് ഉദ്യോഗസ്ഥനെ മാറ്റി. കണ്ണൂർ മൊറാഴ സൗത്ത് LP സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. ലോട്ടറി വിൽപ്പന തൊഴിലാളി KP സുധീഷാണ് മരിച്ചത്. UDF സ്ഥാനാർത്ഥി മരിച്ചതിനെ തുടർന്ന് മലപ്പുറം മൂത്തേടം പഞ്ചായത്തിലെ 7-ാം വാർഡിൽ വോട്ടെടുപ്പ് മാറ്റിയിരുന്നു. മലപ്പുറം കരുവാരക്കുണ്ട് 11-ാം വാർഡിൽ വിവാഹ വസ്ത്രത്തിൽ വധു വോട്ട് ചെയ്യാനെത്തിയത് കൗതുകമായി. ജിൻഷിതയാണ് വോട്ട് ചെയ്യാനെത്തിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിൽ ഗവർണർക്കും സർക്കാർക്കും തിരിച്ചടി. നിയമനം സുപ്രീം കോടതി നേരിട്ട് നടത്തും. VC നിയമനത്തിൽ സർക്കാരും ചാൻസലറും സമവായത്തിലെത്താത്തതിൽ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. യോഗ്യരായവരെ നിയമിക്കും എന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി P. രാജീവ് പ്രതികരിച്ചു. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിന് സംസ്ഥാന സർക്കാരിനും ചാൻസലറിനും സമവായത്തിലെത്താൻ കഴിയാതെ വന്നതോടെയാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. 2 സർവകലാശാലകളിലെയും VC നിയമനത്തിനായി ഓരോ പേരുകൾ വീതം തെരഞ്ഞെടുക്കാൻ ജസ്റ്റിസ് സുധാൻഷു ധൂലിയ കമ്മിറ്റിയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. പേരുകൾ തെരഞ്ഞെടുക്കാൻ മുഖ്യമന്ത്രിയുടെ കത്തും ചാൻസലറുടെ മറുപടിയും പരിശോധിക്കണം. ഇതിൽ നിന്ന് യോഗ്യതകളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കണം. പേരുകൾ തെരഞ്ഞെടുത്ത റിപ്പോർട്ട് അടുത്ത ബുധനാഴ്ചയ്ക്കകം സമർപ്പിക്കാനും സുപ്രീം കോടതി ജസ്റ്റിസ് സുധാൻഷു ധൂലിയ കമ്മിറ്റിയോട് നിർദ്ദേശിച്ചു. അടുത്ത വ്യാഴാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി 2 സർവകലാശാലകളിലേക്കുള്ള VCമാരെ തെരഞ്ഞെടുക്കും. ജസ്റ്റിസ് സുധാൻഷു ധൂലിയ നൽകുന്ന പട്ടിക അംഗീകരിക്കുമെന്ന് നിയമമന്ത്രി P. രാജീവ്. ഇന്നയാളാണ് പ്രിഫറൻസ് എന്ന് പറഞ്ഞ് 1, 2, 3 എന്ന് സുപ്രീം കോടതി കൊടുക്കുമ്പോൾ സുപ്രീം കോടതി അത് വിലയിരുത്തിക്കൊണ്ട് ഇദ്ദേഹമാണ് അല്ലെങ്കിൽ ഇവരാണ് എലിജിബിൾ ഈ പോസ്റ്റിലേക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും അതിനെ സ്വാഗതം ചെയ്യും. അത് ആരാണോ എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് പ്രശ്നമേ അല്ല. വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്തുക എന്നത് മാത്രമാണ് സർക്കാരിന്റെ താല്പര്യം. VC നിയമനത്തിൽ ഇപ്പോഴും സ്തംഭനാവസ്ഥ തുടരുന്നുവെന്നാണ് സുപ്രീം കോടതിയുടെ അതൃപ്തി. മുഖ്യമന്ത്രിയും ചാൻസലറും തമ്മിൽ കത്തുകളുടെ കൈമാറ്റമൊഴികെ മറ്റൊന്നും ഉണ്ടായില്ല എന്നും കോടതി ഇന്ന് പറഞ്ഞു. കോടതി VC നിയമനം നേരിട്ട് നടത്താൻ തീരുമാനിച്ചതോടെ സർക്കാർ ഗവർണർ തുടർ ചർച്ചകൾക്ക് ഇനി പ്രസക്തിയില്ല. R. അച്യുതൻ, 24 ഡൽഹി. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. എറണാകുളം വൈപ്പിനിൽ വീട് തകർന്നു വീണ ഒരാൾക്ക് പരിക്കേറ്റു. അഴീക്കൽ കടവിൽ ജിജുവിന്റെ വീടാണ് തകർന്നത്. ജിജുവിന്റെ കാലിനാണ് പരിക്കേറ്റത്. നോക്കാം ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. സന്നിധാനത്ത് തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചു. മരക്കൂട്ടം വരെ ക്യൂ നീണ്ടതോടെ ഘട്ടം ഘട്ടമായാണ് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. രാത്രി 8 മണി വരെ 73,791 പേരാണ് ദർശനം നടത്തിയത്. സ്പോട്ട് ബുക്കിംഗ് വഴി ഇതുവരെ 8,651 പേരാണ് എത്തിയത്. മണ്ഡലപൂജയ്ക്കുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് വൈകിട്ട് 5 മണി മുതൽ തുടങ്ങി. ഡിസംബർ 26, 27 തീയതികളിലേക്കുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആണ് തുടങ്ങിയത്. 26-ന് 30,000 പേർക്കും 27-ന് 35,000 പേർക്കുമാണ് ദർശനത്തിന് അവസരം. സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 ഭക്തരെ വീതം അനുവദിക്കും. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കോഴിക്കോട് ഷോറൂമിൽ ബ്രാൻഡഡ് വാച്ചുകളുടെ പ്രീമിയം എക്സിബിഷൻ ആരംഭിച്ചു. മലബാർ ഗോൾഡ് ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മേൽത്തരം ബ്രാൻഡുകളുടെ പുത്തൻ ഫീച്ചർ വാച്ചുകൾ എല്ലാം മേളയിൽ എത്തിയിട്ടുണ്ട്. 50% വരെ കിഴിവോടെ മേൽത്തരം ബ്രാൻഡ് വാച്ചുകൾ സ്വന്തമാക്കാൻ അവസരം മലബാർ ഗോൾഡ് ഒരുക്കിയിട്ടുണ്ടെന്ന് ചെയർമാൻ MP അഹമ്മദ് പറഞ്ഞു. തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ കാര്യത്തിലും പെർഫെക്ഷൻ, ക്വാളിറ്റി, ഡെലിവറി, എല്ലാ കാര്യത്തിലും കമ്മിറ്റ്മെൻറ്റ് ഫുൾഫിൽ ചെയ്യുക, ഇത്തരം കാര്യങ്ങളിൽ മുൻതൂക്കം കൊടുത്തുകൊണ്ട് എല്ലാ രാജ്യത്തും എവിടെ പോയാലും കസ്റ്റമേഴ്സിൻ്റെ വലിയ പിന്തുണ പല രാജ്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബ്രാൻഡ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, അതാണ് ഞങ്ങൾ വാച്ചായിട്ടുള്ള കൺസെപ്റ്റ്. വാച്ച് സത്യത്തിൽ വാച്ചിൻ്റെ മാർജിനോ വാച്ചിനോ നോക്കിയിട്ടല്ല, വാച്ച് ഒരു ബ്രാൻഡാണ്. സമയം അതാണ് ഏറ്റവും വില പിടിച്ചത്. സമയമാണ്
സമയം കൃത്യമായിട്ട് ഉപയോഗിക്കുക. എല്ലാവർക്കും ഒരുപോലെ ദൈവം കൊടുത്ത് സമയം മാത്രമേ ഉള്ളൂ. സമയം ആ മിനിറ്റ് സെക്കൻഡ് എല്ലാവർക്കും ഒരുപോലെയാണ്. പക്ഷെ ആര് എത്ര നന്നായി ഉപയോഗിക്കുന്നു അതാണ് അതിൻ്റെ ബെനിഫിറ്റ്. ഒരു ബ്രാൻഡ് കാലിക്കറ്റിൽ നിന്നും വേൾഡിലേക്ക് എത്തിയതിൽ കാലിക്കറ്റോ അല്ലെങ്കിൽ മലബാർ റീജിയനിലുള്ള കേരളത്തിലോ മലയാളം ഇന്ത്യയിലുള്ള മുഴുവൻ ആൾക്കാർക്കും അഭിനന്ദിക്കാം. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.